നമസ്കാരം. മൈ ആസ്ട്രോവിന്നിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വേദജ്യോതിഷ പ്രകാരം ചൊവ്വയെ നമ്മളൊരു സാധാരണ പ്രതികൂല ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ചൊവ്വയുടെ ഉദയം, അസ്തമയം എന്നിവ ജ്യോതിഷ ശാസ്ത്രത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ നവംബർ മാസം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാസം തന്നെയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ നവംബർ 6-ന് ചൊവ്വ വൃശ്ചിക രാശിയിൽ അസ്തമിച്ച് കഴിഞ്ഞു. എന്നാൽ അതിന്റെ ചാഞ്ചാട്ടം ചില രാശിക്കാരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നൊരു ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ പലപ്പോഴും 12 രാശികളിൽ ചിലർക്ക് മാത്രമാണ് ഈ പ്രതിഭാസം ബാധകമാകുന്നത്, പ്രത്യേകിച്ചിട്ട് 3 പ്രധാന രാശികൾ. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം സാവധാനം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ചൊവ്വയുടെ അസ്തമനം ഏത് രാശികൾക്കാണ് പ്രത്യാഘാതം കൂടുതൽ സൃഷ്ടിക്കുന്നു, അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് പരിശോധിക്കുന്നത്. മേടം, മിഥുനം, മീനം ഇവയാണ് ആ രാശികൾ. അപ്പൊ ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്. അപ്പൊ നമുക്ക് ആദ്യം മേടം രാശി പരിശോധിക്കാം. അപ്പൊ മേടം രാശികൾക്ക് ചൊവ്വയുടെ അസ്തമനം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തെയാണ് സൃഷ്ടിക്കുന്നത്. ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദമൊക്കെ വർദ്ധിപ്പിച്ച് പ്രതിസന്ധികൾക്ക് ഇടയാകുന്ന ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ ജീവിതത്തിലെ വെല്ലുവിളികളെയൊക്കെ കൂടുതൽ ആക്കം കൂട്ടും. കൂടാതെ ദാമ്പത്തിക ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തതയില്ലാത്ത ഒരു അവസ്ഥകളിലൂടെ എന്താ പറയുക കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം വരും. ഇത് നിങ്ങളുടെ എന്താ പറയുക നിസ്സഹായ അവസ്ഥ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തുകയും ചെയ്യും. ഇപ്പൊ രോഗാവസ്ഥകൾ പലപ്പോഴും നിങ്ങൾക്ക് സമ്മർദ്ദമാകുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് മറ്റൊരു പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അടുത്തത് മിഥുനം രാശിയാണ്. അപ്പം മിഥുനം രാശിക്കാർക്ക് എന്താ പറയാ ഈ സമയം വളരെ പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വലിയ പരാജയമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതുവരെ എന്താ പറയാ ചൊവ്വയുടെ അസ്തമയം നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ കരിയറിൽ പ്രതീക്ഷിക്കാതെ വെല്ലുവിളികളൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കൂടാതെ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങളെ ബാധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ശത്രുക്കളുടെ ശക്തി വർദ്ധിക്കുകയും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. പലപ്പോഴും പ്രശ്നങ്ങൾ പരമ്പരയായിട്ട് ഉയരുകയാണ് കാണുന്നത്. ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരികയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അടുത്തത് മീനം രാശിയാണ്. അപ്പം ചൊവ്വയുടെ അസ്തമനം സൃഷ്ടിക്കുന്ന ഫലങ്ങൾ വളരെ പ്രതികൂലമായിട്ടാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. തീരുമാനമെടുക്കാനുള്ള കഴിവൊക്കെ കുറയുകയും സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ശക്തരാവുകയും അവരുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ വീണു പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ കുടുംബത്തിൽ പരമ്പരയായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ധാരാളം പണം ചിലവഴിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകും. പലർക്കും അച്ഛൻ്റെ ആരോഗ്യം വഷളാവാനുള്ള ഒരു സാഹചര്യം കാണും. നിങ്ങളുടെ അമിത ദേഷ്യം വിവിധ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കും. അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം വരും. അതുപോലെ അനാവശ്യമായ യാത്രകൾ നടത്തേണ്ട സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇതോടൊപ്പം പലർക്കും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യവും കാണുന്നുണ്ട്. ആരോഗ്യ രംഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. ഒന്നും നിസ്സാരാക്കിയിട്ട് കാണാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.